സുജു ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സുജു, എവിടെയാണ് ഉള്ളത്? തെരച്ചിൽ നടപടികൾ ഊർജിതമായി മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? സഹായത്തോടെ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. സന്നദ്ധ അതുപോലെ തന്നെ NDRFന്റെയും സൈനിക ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് സംയുക്തമായാണ് ഈ പരിശോധന തുടരുന്നത്. ഇന്നും നമുക്ക് അറിയാം, ഈ ദുരന്തത്തിന്റെ 4ാം നാളാകുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സാഹചര്യമെന്ന് അറിയാമെങ്കിൽ പോലും പ്രതീക്ഷകൾ നമ്മൾ കൈവിടുന്നില്ല. അത്തരം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. നമ്മൾ തെരച്ചിൽ ഒരു ദിവസം നിർത്തുകയാണ്, താൽക്കാലിക വിരാമം കുറിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത തെരച്ചിൽ അടുത്ത ദിവസം പുനരാരംഭിക്കുന്നത്. ഇന്നലെ അതിന് വിഭിന്നമായി ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന ഒരു സൂചന ലഭിക്കുമ്പോൾ ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു നിഗമനത്തിൽ അത് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നും ഇന്നലെ ഈ വാർത്ത ഇന്നലത്തെ ദിവസം നമുക്കറിയാം 14ഓളം മൃതദേഹങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ യൂനിസിന്റെ പിതാവിന്റെ മൃതദേഹങ്ങളുടെ കുടുംബം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയിരുന്നത്. ഇപ്പോഴും വേണ്ടി 200-ലധികം ആളുകളെ കാണാനില്ല എന്ന വാർത്തകളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ്. അപകട സമയത്ത് ആരൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ പോലീസും അതുപോലെ സംസ്ഥാന സർക്കാരും ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ ഇവരവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുക. പ്രത്യേകിച്ച് ചാലാരിപ്പുഴയിലും പരിശോധന തുടരും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 40 കിലോമീറ്ററോളം അപ്പുറത്ത് നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം വലിയ ഒരു ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമായിരുന്നു ഈ മുണ്ടക്കയിലും ചുരൽമലയിലേക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരിശോധന അങ്ങനെ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയും രക്ഷാസേന അല്ലെങ്കിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് തീർച്ചയായിട്ടും നടത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയും കെടാവൂർ ഡോഗ്, അതായത് K9 സ്ക്വാഡിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കെടാവൂർ ഡോഗിന്റെ ഒരു സഹായത്തിലൂടെ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെ ആ തരത്തിൽ റഡാർ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളൊക്കെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ അവലംബിക്കുന്നുണ്ട്. അത് ഇത്തവണയും ഇന്നും അത് തുടരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് തരത്തിലും എത്രയും പെട്ടെന്ന് ഈ തെരച്ചിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുക. പരിമിതികളുണ്ട്, പ്രതികൂല കാലാവസ്ഥകൾ. ഇന്ന് എന്തായാലും ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തരത്തിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും പരമാവധി വേഗത്തിൽ ഇത് നടത്താൻ സാധിക്കുകയും ചെയ്യും. എപ്പോൾ ഇത് പൂർത്തിയാക്കുന്ന ഒരു ചോദ്യത്തിന് നമുക്കിപ്പോൾ ഒരുപക്ഷെ ഇതിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഉത്തരം നൽകാൻ സാധ്യമല്ല. ഇവിടെ ഇപ്പോൾ സാധ്യമായത് എന്താണ് അത് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനായി ഈ ഉപകരണങ്ങൾ, ഈ ആധുനിക തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ഥലത്തെത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. അതിന് വിവിധ വകുപ്പുകളിലെ വിവിധ തലത്തിലെ ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഫയർഫോഴ്സിലായിക്കോട്ടെ പോലീസിലായിക്കോട്ടെ, അങ്ങനെ അതിലൊന്നും അവരെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരച്ചിൽ സംവിധാനം നടത്തുന്നു. ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒരു പ്രദേശത്ത് ആകെ എത്രയോ വീടുകൾ ഒലിച്ചു പോയി. ഒരു പക്ഷേ ഒരു ഗ്രാമം ആകെ തകർന്ന ഒരവസ്ഥയാണ്. അതിന്റെ ആഘാതത്തിൽ നിന്ന് എത്ര നാളുകളെടുക്കും ഇവർക്ക് മോചിതരാകാം എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനിയും നമുക്കത് പറയാനൊന്നും സാധ്യമല്ല. എന്നാൽ പോലും അതിന്റെ ഒരു ദുരിതത്തിന്റെ ഒരു വലിയ ആഘാതം ഒരു നാടിനെ ആകെ അലച്ചിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ഈ കാണുന്ന വീടുകൾ, ഒരു വീടുകൾ ചിലത് പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്നു. കോൺക്രീറ്റ് കൂനകൾ, അത് ഒരുപക്ഷെ ദൂരെ കിലോമീറ്ററിൽ നിന്ന് ഒലിച്ചു വന്നതായിരിക്കാം. അങ്ങനെ ആ വലിയ പാലം നിർമ്മിച്ച ആ പുഴയുടെ അക്കരയ്ക്ക് നമ്മൾ കടക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ പുഴയൊക്കെ വലിയ പുഴയായി മാറുന്നു. ഒരു പ്രകൃതിയുടെ താണ്ഡവമായിരുന്നു ആ രാത്രി അന്ന് വെളുപ്പിന് സംഭവിച്ചത്. ആ സമയത്ത് ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ചില ആളുകൾ അകപ്പെടുകയും ചില ആളുകൾ തലനാരിലേക്ക് രക്ഷപ്പെടുകയും സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ക്യാമ്പിലേക്ക് കഴിയുന്നവരുടെ ജീവിതാവസ്ഥ, അവരുടെ മനസ്സ്, പക്ഷെ ഇപ്പോഴും തിരച്ചിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളൊക്കെ തന്നെ എത്തിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി ഇവരെ എവിടെയായിരിക്കാൻ സാധ്യത, അത്തരം സാധ്യതകൾ ആരായാൻ സാധിക്കൂ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീണ്ടും അവർക്കുണ്ടാകുന്നൊരു അനുഭവം. ഇന്നലെ തന്നെ ഈ ദുരന്തമുഖത്തെത്തിയിട്ട് ഒരു വീട്ടുകാർ അവരുടെ കന്നുകാലികളുടെ പാല് ചുരുത്തിക്കളഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഈ കന്നുകാലികളെ കൊണ്ട് ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റിടത്തേക്കോ പോകാൻ സാധ്യമല്ല. പക്ഷെ അതുകൊണ്ട് ദിവസവും അന്ന് അതിന്റെ കാര്യം കൂടെ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമ്മളിതിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ വളരെ വേദനയോടെ കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും പ്രിയ, ഇന്നലെ തിരച്ചിൽ
രാത്രി വൈകിയും ഒരു ജീവന്റെ തുടുപ്പുണ്ടെന്ന് കേട്ടപ്പോൾ NDRF ഉൾപ്പെടെ സംഘം അവിടെ തുടരുകയും സന്നദ്ധ പ്രവർത്തകരുമായി തെരച്ചിൽ നടത്തിയ ഒരു അനുഭവം ഉണ്ടായത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്നും ഒരു പക്ഷേ എറണാകുളം പരിശോധനയിലോ അത് ഇന്നത്തെ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപരേഖ തന്നെയായിരിക്കും. എവിടെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു ഏതെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ സൂചനയോ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ സമയം തെരച്ചിൽ നടത്തും. അല്ലാത്ത പക്ഷം ഇത് സാധാരണ നടത്തുന്ന ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ ദുരന്തത്തിലേക്കുള്ള യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ദൗത്യത്തിനായി എത്തിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും NDRF സംഘത്തെയും സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. ഇവരെല്ലാം തന്നെ സജ്ജമായിക്കൊണ്ട് ഏത് സാഹചര്യത്തിലും ജീവിച്ചു. ഇന്നലെ നമ്മൾ ആ കലിങ്കിന്റെ അടിയിൽ തെരച്ചിൽ നടത്തുന്ന DYFI സന്നദ്ധ പ്രവർത്തകർ അവരുടെ അടിയിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മണ്ണ് മാറ്റി പരിശോധന നടത്തുവാണ്. നമുക്കറിയാം ഒരു അപകടം നടന്ന സ്ഥലമാണ്. വലിയ പാറക്കല്ലുകൾ തന്നെ മുകളിലുണ്ട്. വേണമെങ്കിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടിയാൽ അപകട സാധ്യതയുണ്ട്. പക്ഷെ അത്തരം അപകട സാധ്യതയ്ക്കപ്പുറത്തേക്ക് തങ്ങളുടെ ജീവൻ പോലും വെച്ചുകൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കുക, ഇത് രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം നിൽക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സൈന്യത്തെ പോലെ മാറുകയാണ്. ഒരു അച്ചടക്കമുള്ള ഒരു സൈന്യമായി രൂപാന്തരപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ഈ ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവരാണ് ഇതിന് നിർദ്ദേശം കമാൻഡ് ചെയ്യുന്നത്. ആ കമാൻഡ് അനുസരിച്ചുകൊണ്ട് നമ്മളായിട്ടോട് സംസാരിക്കുമ്പോൾ ഒരു അല്പസമയം കൂടെ തപ്പാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് ഇതിന്റെയൊക്കെ സുരക്ഷ കാര്യങ്ങളൊക്കെ വളരെ പല ക്രൈറ്റീരിയകൾ പല നിബന്ധനകളുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് കൃത്യമായി പാലിച്ചുകൊണ്ടാണ്. പക്ഷെ അവർ പറയുമ്പോൾ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ അതായത് ഒരു അച്ചടക്കമുള്ള ഒരു മറ്റൊരു സൈന്യമായി ഈ കേരളത്തിലെ യുവജനങ്ങൾ, അത് DYFI മാത്രമല്ല മറ്റ് സന്നദ്ധ സംഘടനകൾ, അപ്പൊ അവരെ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ അത്തരത്തിൽ ഒരു ഐക്യപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അത് തന്നെയാണ് ഈ ദുരിതം ഉണ്ടായ ശേഷം നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് ദൃശ്യമാധ്യമങ്ങൾക്കും ചുറ്റും കൂടിയാൽ പോലും അതൊന്നും അല്ല അവരുടെ വിഷയം. പകരം ആ തെരച്ചിൽ അത് പൂർത്തിയാക്കുക, അതിനുവേണ്ടി ആത്മാർപ്പത ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപറ്റം മനുഷ്യർ, ആ മനുഷ്യരെയാണ് നമുക്ക് ആദ്യം മുതൽ ഈ നിമിഷം കാണുവാൻ സാധിക്കുന്നത്. പലരും നമുക്ക് ഈ ചെറിയ ആശ്വാസം ഇത്തരം കാര്യങ്ങൾ മുന്നേ കണ്ടുകൊണ്ട് യുവാക്കൾക്ക് ട്രെയിൻ ചെയ്ത ഒരു കൂട്ടം യുവാക്കൾ, അത് സേനയുടെയോ ഔദ്യോഗിക ഭാവത്തിന്റെ അല്ലാത്ത ആളുകൾ, ഇതൊക്കെ ഒരു നന്മയുടെ പാഠങ്ങൾ കൂടി ഈ സമയത്ത് നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ സാധ്യമല്ല. എന്നാലും ഇപ്പോഴും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതിനായുള്ള ശ്രമത്തിലാണ്. ഈ ദൗത്യം എപ്പോൾ പൂർത്തിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല. പക്ഷേ ഇത് ഇതിന് നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടതായ 200 അധികം ആളുകളെയാണ് ഇപ്പോഴും കണ്ടു കിട്ടാനുള്ളത്. അവരെവിടെയാണ്? അവര് ഈ മണ്ണിനടിയിലാണോ ഇതല്ല മറ്റെവിടെയെങ്കിലുമാണോ? അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും തന്നെയാണ് സുജി. ഇന്നലെ കഴിഞ്ഞ ദിവസം സൈനിക മേധാവി പറഞ്ഞൊരു കാര്യവും അതാണ്. എത്ര ദിവസം ഇത് നീളും, ഈ ദൗത്യം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതൊന്നും കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കില്ല. എന്ന് വരെ തുടരണം, അന്ന് വരെ ഞങ്ങൾ തുടരും എന്നാണ്. അതുപോലെ തന്നെയാണ് അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ എല്ലാവരും, ഈ പറഞ്ഞതുപോലെ യുവജനങ്ങൾ, സംഘടനകൾ എല്ലാവരും അവരൊക്കെ ഒരുമിച്ച് പറയുന്ന കാര്യമുണ്ട്, ഐക്യത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വരെ വേണം ഞങ്ങളിവിടെ, ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ എന്ന് വരെ ആവശ്യമുണ്ട്, അതുവരെ തുടരും, അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ശക്തമായി തന്നെ പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അതിനൊപ്പം തന്നെ സൂചിപ്പിച്ച ഈ അച്ചടക്കം, ഇന്നലെ ഈ കലിങ്കിനിടയിലുള്ള തെരച്ചിൽ അത് ഈ DYFI പ്രവർത്തനം നടത്തുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നു. എന്തുകൊണ്ടാണ് എന്ന് സുജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു സൈനികർ പറഞ്ഞു നിർത്താൻ, അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഒരുപക്ഷെ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആഴത്തിൽ അത് ഒന്നുകൂടി തെരച്ചിൽ നടത്തിയേനെ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശമാണ് അനുസരിക്കേണ്ടത്, അതനുസരിച്ച് മുൻപോട്ട് പോകുന്നത്. അതായത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ കാണാത്ത ചില കാഴ്ചകളാണ് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഇതാ അവസരം ഈ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അച്ചടക്ക നടപടികൾ, അതിൽ കാര്യമായി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതികൾ, ഇതൊക്കെ ഏറെ മാതൃകാപരമാണ്. ഇത്രയേറെ മനുഷ്യരെ രക്ഷിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും അത് തന്നെ. ഈ ഒരു ദുരിതമുണ്ടാകുമ്പോൾ എങ്ങനെ ഒരു നാട് ഒരുമിച്ച് നിൽക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളികൾ, നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ വിഷയം മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട മലയാളികളുടെ ഈ ഐക്യവും
ഈ രക്ഷാദൗത്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ്. അതായത് ഇവിടെ എത്തുമ്പോൾ ആ ആളുകൾ ആരാണോ ഇവിടെ ദൗത്യത്തിനായി എത്തിയത് അത് ഒന്നും വിഷയമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനം പറഞ്ഞോളൂ. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ കടക്കാവുന്നതാണ്. PCR നോട്ട് ചെയ്യാൻ PCR തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് പോകാം. സുജു അവിടെ നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ സുജു. പ്രിയ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ബേലി പാലം സൈന്യം തീർത്ത ബേലി പാലത്തിന്റെ അവിടെയാണ് നമ്മളുള്ളത്. ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും ഒരു കെട്ടിടം, എനിക്ക് തോന്നുന്നു അപകട നിലയിൽ ആ കെട്ടിടത്തിന്റെ മുൻഭാഗം പൊളിച്ചു മാറ്റുകയാണ്. അതെല്ലാം തിരച്ചിലിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിക്കേണ്ടത്. ഇപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന ഒരു സന്നദ്ധ പ്രവർത്തകരോട് ഒരു കാര്യം, ഇപ്പം ഇന്നലെ തന്നെ 6 സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ സോണിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറി പോകുന്ന സന്നദ്ധ പ്രവർത്തകർ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ പേരും വിവരങ്ങളും ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ ദൗത്യം തന്നെയാണ്. പ്രിയ സൂചിപ്പിച്ച പോലെ ഇത് കേവലം സർക്കാരിന്റെ ഔദ്യോഗിക വിഭാഗത്തിനെ കൊണ്ട് മാത്രം തിരച്ചിൽ നടത്തുകയല്ല, പകരം മലയാളികളായുള്ള ആളുകൾ, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, അവരൊക്കെ ഒരുമിച്ച് ഇവിടെ എത്തുകയും യുവജന പ്രവർത്തകരായി എത്തി ആ രക്ഷാ ദൗത്യത്തിന് കൃത്യമായി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ കൂടി അവർ കടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാവുന്നതാണ്. അതായത് ഈ ബേലി പാലം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബേലി പാലമാണ്. നമുക്കറിയാം ചെറുതല്ലാത്തൊരു ആശ്വാസമാണ് സൈന്യം നമുക്ക് നൽകിയത്. അതായത് ഉറപ്പുള്ളൊരു പാലം വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിച്ചു നൽകിയ ഒരു സാഹചര്യമുണ്ട്. അതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ പാലത്തിന്റെ അക്കരെ ആളുകൾ നിന്നപ്പോൾ ചെറിയ നൂൽക്കമ്പിയിൽ കൂടിയായിരുന്നു കേരള ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ അവരെ മറുകരയിലേക്ക് എത്തിച്ചത്. പിന്നീട് സൈന്യം എത്തുന്നു. വളരെ വേഗത്തിൽ രാത്രി വൈകിയും അവരെ നിർമ്മാണ പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ട് ബേലി പാലത്തിന് നിർമ്മാണം പൂർത്തിയാക്കുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന്, ആ ദൗത്യത്തിന് ചെറുതല്ലാത്ത ഒരു ആശ്വാസമാണ് പകർന്നു നൽകിയത്. ഇന്നും അതേ ഈ സ്ഥലത്തിൽ കൂടി തന്നെയാണ് വലിയ മിഷനറികൾ, വലിയ യന്ത്രങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സൈന്യം നമുക്കായി നൽകിയ ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ അപകട ദുരിത സമയത്ത് നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം കൂടിയാണ്. നമ്മളെല്ലാം തന്നെ സൈന്യത്തിന്റെ ഈ പ്രവൃത്തിയെ കൈയടിച്ചുകൊണ്ട് തന്നെ വലിയ സല്യൂട്ട് നൽകി ആദരിക്കുകയും ചെയ്തതാണ്. അതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം ഒരു സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്കാണ് അറിയാം, 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരും യുവാക്കളും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുമ്പോൾ ആ ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നടന്നു നീങ്ങുന്നത്. വലിയ ദുർഘടമായ പാതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിന്റെ ബാക്കി ചിത്രമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ കൽക്കൂമ്പാരങ്ങൾ, പാറ കഷ്ണങ്ങൾ, ഇതൊക്കെ തന്നെ എത്രമാത്രം വലിയ ഒരു ഉരുൾപൊട്ടലാണ് ആ പ്രദേശത്ത് ബാക്കി വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഇവിടെ നിൽക്കുമ്പോൾ സങ്കടകരമായ ഒരു കാഴ്ച, ഇന്നത്തെ ദിവസം ഒരുപക്ഷെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്കൂളിൽ കുട്ടികളെത്തുകയും അവരെ പഠനം നടത്തേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ആ സ്കൂൾ മാത്രം 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുപോയ ആ സ്കൂളിനെ മാത്രം ഒരു അവശേഷിപ്പിച്ചുകൊണ്ട് അതിന്റെ സൈഡ് വഴി അതിന്റെ അരികിൽ കൂടെ വിട പോലെ ഒഴുകിയെത്തുന്ന നദി പോലെ ഒഴുകിയെത്തുന്ന വെള്ളം കാണാൻ സാധിക്കുന്നതാണ്. ശക്തമായി തന്നെ ഇപ്പോഴും ആ ഒഴുക്കിന്റെ ആ ശക്തി കുറഞ്ഞിട്ടില്ല. ഈ പാലത്തിന്റെ കീഴ്വശം ആ സമീപത്ത് ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ദുരിതമാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ പോലും മരത്തിന്റെ വേരുകൾ, തടപൊഴുകി വന്ന മരങ്ങൾ വേരുകൾ അകത്തുനിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രത്തോളം വലിയ ഒരു ദുരിതം തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആഘാതം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ആദ്യ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ കൂടെ കേരളം കണ്ടത്. ചെറിയ ഒരു ഒരു കമ്പിയിൽ കൂടെ വലിഞ്ഞ് കേരളത്തിന്റെ അഭിമാനമായ കേരള ഫയർഫോഴ്സ്, നമുക്ക് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഫയർഫോഴ്സിനെ പറ്റി പിന്നെ നമ്മൾ ഇത്രയധികം ചിന്തിച്ചിട്ടുള്ള 2018 ശേഷമായിരിക്കും. കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരം അപകട സ്ഥലമുണ്ടോ അവിടെ സേവന സഭമായിരിക്കുന്ന കേരള ഫയർഫോഴ്സ് എടുത്തു പറയേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. വളരെ വിദഗ്ധരായ ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാ ദൗത്യം, ആ പ്രവർത്തനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന തെരച്ചിൽ പ്രവർത്തനമാണ് നമ്മൾ പ്രേക്ഷക തത്സമയം കാണുന്നത്. ഇപ്പോൾ എന്തായാലും വലിയ തരത്തിൽ തന്നെ ഈ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 200-ലധികം വരുന്ന ആളുകളെ കാണുവാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ആ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല.
ഇപ്പോഴും ഈ ഇതിന്റെയായ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വളരെ ഒരു എന്താണ് പറയുക, ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എവിടെയാണ് ഉച്ചവർ, എവിടെയാണ് ഉടയവരെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ മേഖലയിലെ തന്നെ ഈ മുണ്ടക്കൈ ദുരിതബാധിതയായ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ഈ ചൂരൽമലയിലൊക്കെ തന്നെ തെരച്ചിൽ ഊർജിതമാക്കുകയും അതിനെ രക്ഷാദൗത്യത്തിന് ചെയ്യുന്നതും എന്തായാലും വളരെ അതീവ ദുഃഖകരമായ സംഭവം തന്നെയാണ്. ഇപ്പോഴും ഈ പ്രവർത്തനം ഊർജിതമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ കിടക്കുന്ന താലൂക്ക് ഓഫീസ് വൈത്തിരി അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിലെത്തുന്നു. ഈ രക്ഷാപ്രവർത്തകർ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൗത്യം എപ്പോൾ തീരുന്നത്, പ്രിയ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ദൗത്യം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തീർച്ചയില്ല. പക്ഷെ ഒന്ന് പറയാം, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നമ്മൾ ഈ തെരച്ചിൽ ആ തരത്തിൽ തന്നെ പുരോഗമിക്കുക തന്നെയും അതാണ് നമ്മുടെ ദൗത്യവും. ആ തരത്തിൽ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതും. ഇനി ഇതിനിടയിൽ ഇന്നലെ ലഭിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ജീവന്റെ തുടിപ്പിൽ അത് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ ആളെ ജീവനോടെ രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നമുക്ക് ഒരു മടിയുമില്ല എന്ന് ഇന്നലെ സംസ്ഥാന സർക്കാർ അതാണ് വ്യക്തമാക്കിയത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സൂചന ലഭിക്കുവാണെങ്കിൽ അത്തരം സൂചനയെ കണ്ടിട്ട് തിരികെ പോകാൻ നമുക്ക് സാധ്യമല്ല. അതിന്റെ സാധ്യമായതെല്ലാം ഇന്നലെ ചെയ്തിരുന്നു. അതാണ് മുണ്ടക്കായ് ഹിൽ ടോപ്പിൽ കാണുവാൻ സാധിച്ച ഒരു കാര്യം കൂടി. ഇപ്പോഴും ഈ തിരച്ചിൽ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരുണ്ട്, സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, NDRFന്റെ അംഗങ്ങളുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരമൊരു തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. ഈ പുഴയോരത്ത് ഈ വേലിപ്പാലം നിർമ്മിച്ച പുഴയോരത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. കേൾക്കാമോ? അവിടെ നിരവധി വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്, മണ്ണുമാന്തി യന്ത്രമുണ്ട്. സുജു പറഞ്ഞതനുസരിച്ച് ആ മേഖലയിലൊക്കെയും പരിശോധനകൾ ശക്തമായി പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ അനൂപ് പറഞ്ഞു തേയിലത്തോട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെയും പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന്. ഈ മണ്ണുമാന്തി യന്ത്രം കൂടുതലായിട്ടൊക്കെയും എത്തിക്കേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ടോ? ആവശ്യത്തിനുള്ള സാധന സാമഗ്രികളൊക്കെയും ഇപ്പോൾ ഈ ദൗത്യത്തിന് അവിടെ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജു അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ബെയിലി പാലത്തിനടുത്താണ് സുജു ഉള്ളത്. തീർച്ചയായിട്ടും പ്രിയ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ ഇവിടെ ലഭ്യമാണെന്നാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കുവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ രക്ഷാപ്രവർത്തകർ നേതൃത്വം നൽകുന്ന എല്ലാ ആളുകളും അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രിയ ചോദിച്ച ആ ദൃശ്യങ്ങളിലേക്ക് കാണിക്കാം. ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള. അത് തൊട്ട് സമീപത്തായി നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളും പാർക്ക് ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിന് സഹായകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഭക്ഷണമായും സാധനങ്ങളൊക്കെ തന്നെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും ഇവിടെ കാണുവാൻ സാധിക്കും. ഒരു ദുരിതമുഖമാണ്. നമുക്കറിയാം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അവസ്ഥ, അതായത് ഒരു നാട് വിറങ്ങലിച്ചു പോകുന്ന ദൃശ്യം നമുക്കറിയാം. നമ്മുടെ സാധാരണ പത്രമാധ്യമങ്ങളൊക്കെ പലതരത്തിൽ തലക്കെട്ടുകൾ എഴുതാറുണ്ട് ഒരു ദുരിത അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ദുരന്തം ഉണ്ടായ ശേഷം അടുത്ത ദിവസം പത്രങ്ങളിൽ വന്ന ഒരു തലക്കെട്ടുണ്ട്, ഉള്ളുപൊട്ടി കേരളം. ആ ഉള്ളുപൊട്ടിയെന്ന പത്രപ്രവർത്തകരും ഒരുപോലെ അത്തരമൊരു വാക്കുകൾ എഴുതണമെങ്കിൽ അത് കേവലം അച്ചടി ഭാഷയിൽ എഴുതിയ ഒരു വാക്കല്ല. പകരം ഉള്ളു പൊട്ടിയ നിലയിൽ തന്നെയാണ് വയനാടിന്റെയും മുണ്ടക്കൈയിലും ചൂരൽമഴയിലും ജനങ്ങൾ കഴിയുന്നത്. അത് വയനാടിന്റെയും ചൂരൽമഴയുടെ കേരളത്തിന്റെ ഉള്ളാണ് പൊട്ടിയത്, മലയാളികളുടെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെയാണ്. ഇത് ദേശീയ ദുഃഖാചരണമായി ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും രാഷ്ട്രത്തിൽ ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. 300-300 ആളുകൾ ഒരു രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചു പോകുക, അല്ലെങ്കിൽ അവർ കാണാതാകുക, ഒലിച്ചു അവരെവിടെയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 300 ആളുകൾ മരണപ്പെടുകയും 200 അധികം ആളുകളെ ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, ഈ തെരച്ചിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളെ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാറുണ്ട്, ചേട്ടാ നിങ്ങൾ ഈ ഫുഡ് കൊണ്ടുവരുന്നത്? നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നു. ഇപ്പൊ തുടങ്ങിയത് മുതൽ ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയത് മുതൽ ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് മുതൽ കൊടുത്തു വരുന്നുണ്ട്. പോലീസുകാർ അതേപോലെ ഒരുപാട് ആൾക്കാർ ഫുഡ് കിട്ടാണ്ട് രാവിലെ നേരത്തെ
നേരത്തെ വരുന്ന ആൾക്കാർ, ഫുഡ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് യുവജന സംഘടന. നമ്മൾ അങ്ങനെ ഒരു സംഘടന ബേസ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ നാട്ടിലുള്ള കുറച്ച്, നമ്മൾ കമ്പളക്കാട്, ഈ കണിയാമ്പറ്റ അടുത്ത സ്ഥലം തന്നെയാണ്. അവിടുന്ന് അടുത്ത സ്ഥലത്താണ്. 40 കിലോമീറ്റർ അല്ലേ? നിങ്ങൾ 30 കിലോമീറ്റർ. നിങ്ങൾ യുവാക്കളെല്ലാം തന്നെ രാവിലെ എത്തി ഭക്ഷണം നിങ്ങൾ തന്നെ മേടിച്ചുകൊണ്ട് വരുന്നത്? നമ്മൾ രാവിലെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാം. ഒരു 350 ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. 400-450 അങ്ങനെ ഒരു റേഞ്ചിൽ ഡെയിലി രാവിലെ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കുന്നതാണ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക്, ആർമിക്കാർക്ക് രാവിലെ ഫുഡ് എത്തുന്നില്ല. നമ്മൾ 4-5 ദിവസമായിട്ട് ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം ഇവിടത്തേക്ക് ക്യാമ്പിൽ നിന്നുള്ള ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവർക്ക് എന്തെങ്കിലും ചെറിയൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് പ്രിയ. നമ്മളിപ്പോൾ കാണാം ഇവരെ പാക്കറ്റ് കുപ്പി വെള്ളം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ മുണ്ടക്കയിലൊക്കെ അകത്ത് പ്രവേശിച്ചിട്ട് കയറിയപ്പോൾ കടകളൊന്നും തന്നെ ഇല്ല, കടകൾ അവശേഷിക്കുന്ന സ്ഥലങ്ങളില്ല, പലപ്പോഴും ഭക്ഷണം ലഭിക്കണമെന്നില്ല. ആ സ്ഥലത്തേക്കാണ് ഈ ചെറുപ്പക്കാർ, നിങ്ങൾ എത്ര ആളുകളാണ്? 6 പേർ ചേർന്നുകൊണ്ട് 300-350 ഭക്ഷണ സാധനങ്ങൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. നമുക്ക് അവരോട് ഇതിൻ്റെ ഭക്ഷണപത്രത്തിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ അവസ്ഥ കൂടെ ചോദിച്ചറിയാനാണ്. വളരെ ഒരു സങ്കടത്തിലാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. കണ്ടാൽ തന്നെ അറിയില്ലേ, ഒന്നും പറയാനില്ല. ഒന്നാമത് ഇത്ര വലിയ ബുദ്ധിമുട്ടിലാണുള്ളത്. ഇവിടേക്ക് നേരത്തെ വന്നിട്ടുള്ള ആളുകളാണ്? അതെ ഇവിടെ വന്നിട്ടുള്ളതാണ്. വലിപ്പം ഉണ്ടായിരുന്നോ? ഇല്ല, ഇതൊക്കെ ചെറിയൊരു പുഴയായിരുന്നു. ഇത്രയൊന്നും വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മീറ്റർ അങ്ങനത്തെ ചെറിയൊരു പുഴയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയും വലുതായ കാണുമ്പോൾ നമുക്കൊരു... ഞാനതിൻ്റെ തലേദിവസം ഇവിടെ വന്ന സമയത്ത് ഒരു നിമിഷം പോലും നിൽക്കാത്ത മഴയായിരുന്നു. അപ്പോൾ ഉച്ച സമയമായപ്പോൾ ഇവിടുന്ന് സ്കൂളൊക്കെ വിട്ടു. ആ സമയത്തൊക്കെ പുഴയിലൊരു കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ആ സമയം അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വേഗം പോവുകയായിരുന്നു ചെയ്തത്. ഞാനിവിടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. അവൻ്റെ വൈഫ് ഹൗസൊക്കെ ഇവിടെയാണ്. നമ്മൾ ഏലം അതുപോലെ സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സുരക്ഷിതമാണ്. അവർ അന്നത്തെ ദിവസം നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവരെ വീടൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരിക. ആ ഭാഗത്താണ്, ആ വീടിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് അവരുടെ വീട് ഉള്ളത്. ആ വീടൊക്കെ പോയിട്ടുണ്ട് കംപ്ലീറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ രാവിലെ ഒരു 3 മണി സമയത്ത് എഴുന്നേൽക്കും. അതിനുശേഷം തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഉപ്പാവ് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. പിന്നെ പലർക്കും അത് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പം അത് ഉപകാരപ്പെടുന്നുണ്ട് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് തുടർന്ന് പോകുന്നത്. ശരി, നിങ്ങൾക്ക് വലിയ ഒരു അഭിനന്ദനങ്ങൾ അതിനൊപ്പം ക്ഷേക്കാനും തരുവാണ്, സല്യൂട്ട് ചെയ്യുവാണ് നിങ്ങൾ. കാരണം നിങ്ങൾ 4-5 സുജു, എന്തായാലും സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളും ഈ അവസരത്തിൽ അവിടെ നിന്നും വരുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. അവിടെ തെരച്ചിൽ നടത്തുന്ന ആ ദൗത്യത്തിലുള്ള രക്ഷാപ്രവർത്തകർക്കുള്ള അവിടെ ഉള്ള എല്ലാവർക്കും ഭക്ഷണവുമായി എത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണമാണ് കേട്ടത്.